സ്നേഹമുള്ളവരെ, നമ്മളൊന്നൊരു പുതിയ അധ്യായത്തിലേക്ക് പോവുകയാണ്. നാട്ടില് കഥകൾക്കൊന്നും പഞ്ഞമില്ല. ധാരാളം കഥകളും ധാരാളം സംഭവങ്ങളും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചതുപോലെ ഐ ഓൾവേസ് എക്സ്പെക്ട് അൺഎക്സ്പെക്ടഡ് തിങ്സ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം. ഒരു നിശ്ചയവുമില്ല, ഒന്നിനും ഏതുമേ വരും ഓരോ ദിശ വന്നതുപോലെ പോവും എന്ന് കുമാരനാശാൻ ചിന്താവിഷ്ടയായ സീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വരികള് സാധാരണ ഞാൻ എപ്പോഴും ഓർക്കുമ്പോൾ സാനുഭാഷയെ ഓർക്കും. അന്തരിച്ച പ്രഗത്ഭനായ എന്റെ ഗുരുനാഥൻ എപ്പോഴും ക്ലാസ്സിൽ പറയാറുള്ള വരികളാണത്. പലപ്പോഴും അത് അർത്ഥസമ്പുഷ്ടമായ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്നതുപോലെയാണ് കഥകളുടെ പോക്ക്. അപ്പൊ ഇവിടെ ഒരു കഥ വരികയാണ്. വളരെ ടഫായ ഒരു വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നതെങ്കിലും കഥയുടെ പിൻബലത്തോടു കൂടി പറയുമ്പോൾ അത് പ്രേക്ഷകരിലേക്ക് വേഗം ഇറങ്ങിച്ചെല്ലും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കഥയെ കൂട്ടുപിടിക്കുന്നത്. അപ്പോ നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു മഹാനഗരത്തിലാണ്, മുംബൈ മഹാനഗരത്തിലാണ്. കഥാനായിക ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ്. അവര് കുറച്ചൊരു ആദർശവും നിഷ്ഠയും ക്രമവും ഒക്കെ ഉള്ള സ്ത്രീയായിരുന്നു. മറുവാടിയാണ് ആശുപത്രി നടത്തുന്നത്. അപ്പൊ ആശുപത്രിയില് അവര് ഗൈനക്കോളജിസ്റ്റ് ആയി ചേർന്നപ്പോൾ, ആ വിഭാഗത്തിന്റെ തലവി ആയി ചേർന്നപ്പോൾ, MD, DGO, അത് കഴിഞ്ഞ് പിന്നെയും ഉണ്ട് അവർക്ക് വിദേശത്തൊക്കെ ഡിഗ്രി. അപ്പൊ അവരെ അവിടെ ചേർന്ന സമയത്ത് തന്നെ ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥൻ പറഞ്ഞു, ഇവിടെ ചില ചിട്ടവട്ടങ്ങളെല്ലാം ഉണ്ട്, ടാർജറ്റ് ഉണ്ട്. അപ്പൊ ഡോക്ടർ ചോദിച്ചു, ടാർജറ്റ് എങ്ങനെയാ വരിക ഒരു ഡോക്ടർക്ക്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, മാർവാടി പറഞ്ഞു, ബിസിനസ്സുകാരനായ മാർവാടി, അദ്ദേഹവും ഡോക്ടറാണ്. അദ്ദേഹം പറഞ്ഞു, ഓപ്പറേഷനുകൾ അനിവാര്യമാണ്, ഗൈനക് സർജറി, സിസേറിയൻ ഇല്ലാത്ത കേസുകൾ സിസേറിയൻ ആക്കണം. അത്യാവശ്യം യൂട്രസ് ഒക്കെ ചെറിയ തകരാറ് കണ്ടാൽ യൂട്രസ് റിമൂവ് ചെയ്യണം. അതിൽ പ്രായഭേദമൊന്നും നോക്കണ്ട, കാര്യങ്ങൾ അങ്ങനെ നടത്തിക്കൊണ്ടു പോകണം. നമുക്കൊരു ടാർജറ്റ് ഉണ്ട്, ആ ടാർജറ്റ് അച്ചീവ് ചെയ്താലേ നമുക്ക് ആശുപത്രി റൺ ചെയ്യാൻ പറ്റൂ. ഇത് കേട്ടപാടെ തന്നെ അവർക്ക് വല്ലാത്ത വിഷമത്തിലായി. ഈ ഡോക്ടറുടെ പേര് നമുക്ക് ഡോക്ടർ സുസ്മിത എന്ന് പേരിന് വിളിക്കാവുന്നല്ല പേര്. യഥാർത്ഥ പേരൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് സുസ്മിത എന്നാണ് അവരുടെ പേര് എന്ന് ഞാൻ നിശ്ചയിക്കുകയാണ്. അപ്പൊ സുസ്മിത പറഞ്ഞു, ഒരു ഫിസിഷ്യൻസ് പ്രേയർ ഉണ്ടല്ലോ, അത് ഈ മുറിയിൽ തൂക്കിയിട്ടിട്ടുണ്ട്. ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു സർജൻ അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റ് എന്താവണം, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് അതിൽ പറയുന്നുണ്ട്. അത് വിട്ടിട്ട് എന്ന് പറഞ്ഞപ്പോ മാർവാടി പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്ഥലം അന്വേഷിക്കാൻ വേണമെങ്കിൽ ഇവിടത്തെ നിയമം ഇതാണ്, ഈ ടാർജറ്റ് അച്ചീവ് ചെയ്യണം. മുട്ടുവേദനയായിട്ട് വരുന്ന ആളുകൾക്ക് മുട്ടിന് ഓപ്പറേഷൻ, അതുപോലെ വയറ്റിൽ വേദനയായി വരുന്നവർക്ക് അതിന് സർജറി, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് അവിടെ ഈ ഹൈടെക് സ്റ്റാർ ഹോസ്പിറ്റലിൽ അവര് നടപ്പാക്കിക്കൊണ്ടിരുന്നത്. ഡോക്ടർ തന്റെ വലിയ ശമ്പളത്തെയും ജോലിയെയും കണക്കാക്കി ആ ജോലിക്ക് വഴങ്ങി കുറെ നാൾ അവിടെ ജോലി ചെയ്തു. അങ്ങനെ ഇരിക്കെ ആവശ്യമില്ലാത്ത പല യൂട്രസ് കംപ്ലൈന്റുകളും യൂട്രസ് റിമൂവൽ എന്നുള്ള ഒരവസ്ഥയിലേക്ക് വന്നപ്പോൾ ഡോക്ടർ ആകെ ബേജാറായി. ഇവർക്ക് ആകെ ഒരു കുട്ടി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ഡോക്ടർ ദമ്പതി അവരുടെ ഭർത്താവും ഡോക്ടറാണ്. ഒരേ ഒരു കുട്ടി മാത്രമാണ് അവർക്കുണ്ടായിരുന്നത്. ആ കുട്ടി ഏതാണ്ട് ഒരു 3 വയസ്സ് 4 വയസ്സ് പ്രായമായപ്പോൾ മാരകമായ സെറിബ്രൽ മെനൈഞ്ചൈറ്റീസ് എന്ന രോഗം ബാധിച്ച് മരിച്ചു പോവുകയാണ്. അതോടുകൂടി ഇവരുടെ മനസ്സ് മാറി. താൻ ചെയ്യുന്ന ക്രൂരതയ്ക്കുള്ള ശിക്ഷ ദൈവം തന്നതാണ് എന്നുള്ള ധാരണയിൽ അവർ മാർവാടിയായ ഡോക്ടറോട്, ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥനോട് പറഞ്ഞു, എനിക്കിനി തൊഴിൽ ചെയ്യാൻ പറ്റില്ല, അത് പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാമെന്ന് പറയലും ഡോക്ടർ സ്റ്റെത്ത് മാർവാടി ഡോക്ടറുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് അവിടുന്ന് മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്.
മാഫിയ സംഘം അവരെ പിന്തുടർന്നു. അവരവിടെ നിന്ന് മറ്റൊരു സ്ഥലം മാറി അവിടെ ചെന്ന് ആതുര സേവനത്തിനായി ഒരു ആശുപത്രി, സൗജന്യ ആശുപത്രി തുറന്നു. ചെയ്ത പാപത്തിന് എല്ലാ കൂലിയും അവിടെ വച്ച് തീരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഓരോ രോഗിയെയും കാര്യമായി പണമൊന്നും വാങ്ങാതെ ട്രീറ്റ് ചെയ്യുകയും സുഖപ്പെടുത്തുകയും അനാവശ്യ സർജറികളും അനാവശ്യമായ മരുന്നുകളും ഒഴിവാക്കി അവര് ആ ആതുരാലയം കെട്ടിപ്പടുത്ത് മുന്നോട്ട് പോയി. അത് വൻ വിജയമായി. ജനങ്ങൾക്ക് ഒരു ആൽമരത്തണൽ പോലെ ആ ആശുപത്രി പ്രശോഭിച്ചു. അവര് പോയി, കാലവും പോയി, ആ നടന്ന വഴികളും പലരും വിസ്മരിച്ചു. ആ ആശുപത്രി പിന്നീട് നടത്താൻ ആളില്ലാതായി, അത് അനാഥമായി പൂട്ടി. അവരുടെ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ അത് ചെയ്യാനായിട്ട് അവിടെ ആരും ഇല്ല. അങ്ങനത്തെ ഒരവസ്ഥ വന്നു. പക്ഷേ പിന്നീട് അവരുടെ ഭർത്താവിന്റെ ശ്രമഫലമായി ആ ആശുപത്രി ഇതേ സ്വഭാവമുള്ള ചിലരെയെല്ലാം വെച്ച് പുനർജീവിപ്പിച്ച് ഇന്നും അത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ചെല്ലുന്നവർക്കെല്ലാം ആശ്വാസവാക്കുകളും ആശ്വാസ വചനങ്ങളുമാണ് കിട്ടുക. ഇല്ലാത്ത രോഗത്തിന് മരുന്നില്ല, വേണ്ടാത്ത കാര്യങ്ങൾക്ക് സർജറി ഇല്ല, ഇങ്ങനെയുള്ള പ്രശ്നം. കഥയുടെ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നു, രണ്ടാമത്തെ എപ്പിസോഡ് തുടങ്ങുകയാണ്. ഇതില് മെലോ ഡ്രാമയുണ്ട്, വില്ലനുണ്ട്, നായകനുണ്ട്, നായികയൊക്കെ ഉണ്ട്. ഇത് മാലതിയും മാധവനുമാണ്. ഇവരും നഗരത്തിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. മാലതിക്ക് വയസ്സ് 30, മാധവന് വയസ്സ് 35. ഇവർക്ക് സന്താനങ്ങളില്ല. വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി. അവിടെ അവര് പല ആശുപത്രികളെയും സമീപിച്ചപ്പോൾ ഇവർക്ക് ബ്ലീഡിംഗ് ഉണ്ട്, മറ്റു പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് യൂട്രസില് ചില വ്യത്യാസങ്ങളുണ്ട്, പ്രസവത്തിന് തകരാറുകളുണ്ട്, യൂട്രസ് റിമൂവ് ചെയ്യുക. വയസ്സ് 30, 35, 30 ആണെന്ന് ഓർക്കണം. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ആശുപത്രിയിൽ ചെല്ലുന്ന ഒരു രോഗിയോട് മിക്കവാറും ആശുപത്രികൾ ഒരേ സ്വരത്തിൽ ഏതാണ്ട് പാക്കേജിന്റെ ഭാഗമായിട്ട് എന്തോ കോൺട്രാക്ട് പോലെ സംസാരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഇവരിങ്ങനെ നിരാശരായി വിഷമിച്ച് വരുന്ന സമയത്താണ് ഈ പറയുന്ന ഞാനുമായി സംസാരിക്കാൻ ഇടവന്നതും മാധവനും മാലതിയും സംസാരിക്കാൻ ഇടവന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില ഒന്ന് കാണിക്കാമോ? അവര് പറഞ്ഞു, ഗ്രഹനില ഒന്നുമില്ല, ഞങ്ങള് പ്രേമ വിവാഹമായിരുന്നു, അതുകൊണ്ട് ഗ്രഹനിലയും മറ്റു നാളും നക്ഷത്രവും നോക്കില്ല. ഡേറ്റ് ഓഫ് ബർത്തും ജനനസമയം അറിയാമോ? അറിയാം, രണ്ടുപേർക്കും അറിയാം. അത് വെച്ചിട്ട് രണ്ടുപേരുടെയും ഗ്രഹനില ഉണ്ടാക്കി. അപ്പോ ആ ഗ്രഹനില നോക്കിയപ്പോൾ മാലതിയെ സംബന്ധിച്ചിടത്തോളം രാഹുർ ദശയിൽ ചൊവ്വയുടെ അപഹാരമാണ്, അവസാനത്തെ അപഹാരമാണ് നടക്കുന്നത്. ആ സമയത്ത് സർജറി ഉണ്ടായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അവരാകെ വിഷമിച്ചിരിക്കുകയാണ്. മാധവനെ സംബന്ധിച്ചിടത്തോളം ദശ നല്ലതല്ല, ശനി ദശയാണ്. ആ ശനി നീചത്തിൽ നിൽക്കുന്ന ശനിയാണ്. ആകെ വിഷമിക്കേണ്ട ഒരു സന്ദർഭമാണ്. അപ്പൊ ഈ ഗ്രഹനില വെച്ച് നോക്കിയപ്പോൾ രാഹുർദശ തീരാൻ, അതിൽ ചൊവ്വയുടെ അപഹാരം തീരാൻ ഇനി 6 മാസമേ ഉള്ളൂ. നിങ്ങൾ 6 മാസം വെയിറ്റ് ചെയ്താൽ നിങ്ങളുടെ സ്ഥിതിഗതി മാറും. നിങ്ങൾക്കിതിൽ സന്താന യോഗമുണ്ട്, നിങ്ങൾക്ക് സന്താനം ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ അവര് ശാസ്ത്രീയമായ വീക്ഷണം മാത്രം നോക്കുന്നവരാണ്. ഇതുപോലെ പലരും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഈ ബ്ലീഡിങ്ങും ഈ വിഷമതകളും എല്ലാം സഹിച്ച് എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും? യൂട്രസ് റിമൂവൽ എന്നുള്ളൊരവസ്ഥയിൽ അവര് ചെന്നെത്തിയിരുന്നു. ഞാൻ പറഞ്ഞു, 6 മാസക്കാലം നിങ്ങൾ സമയം തരിക, ഈ യൂട്രസ് റിമൂവ് ചെയ്യേണ്ട, ഇതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾക്ക് സന്താന യോഗമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പണ്ട് അമരം സിനിമയിൽ കുതിരവട്ടം പപ്പു പറഞ്ഞു, അത് കാക്ക ഈ കടാപ്പുറത്ത് മലന്നും പറക്കും കമന്നും പറക്കും എന്നൊക്കെ പറയുന്ന വിറ്റുകളുണ്ട് എന്നതുപോലെ ആയിരുന്നു അവർക്ക് ഞാൻ ഈ പറയുന്ന ഫലിതം കേട്ടപ്പോൾ തോന്നിയത്. അത് ഫലിതമായിരുന്നില്ല. 6 മാസം
അവര് കാത്തിരുന്നു. രാഹുദശ കഴിഞ്ഞ സമയത്ത് ഞാൻ ഈ പറയുന്ന ചാരിറ്റി ഹോസ്പിറ്റലിനെ റെഫർ ചെയ്യാൻ പറഞ്ഞു. അവിടെ ചെന്ന് പരിശോധിച്ചു. യൂട്രസിന് യാതൊരു തകരാറുമില്ല, യാതൊരു കുഴപ്പവുമില്ല. അത്യാവശ്യം വേണ്ട ചെറിയ മരുന്നുകളെല്ലാം അവിടെ നിന്ന് കുറിച്ചു കൊടുത്തു. ആശ്വാസവാക്കുകൾ പറഞ്ഞു. അവര് വന്ന് എന്നെ കണ്ടു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സന്താനയോഗമുണ്ട്, അത് നടക്കാനാണ് പോകുന്നത്. തൽക്ഷണം 1 മാസത്തിനകം അവരുടെ ഫോൺ വന്നു. മാലതി ഗർഭിണിയായി. 10ാം മാസം പ്രസവിച്ചപ്പോൾ ഇരട്ടക്കുട്ടികൾ, ആൺകുട്ടിയും പെൺകുട്ടിയുമായിട്ട് 2 എണ്ണം. ദൈവം 2 എണ്ണത്തിനെയാണ് ദാനം ചെയ്തത്. യൂട്രസ് റിമൂവ് ചെയ്യാൻ പറഞ്ഞ സ്ഥലത്ത് ഇതാ 2 കുട്ടികൾ വന്നിരിക്കുന്നു. അവർക്ക് അത്ഭുതമായി. അത് കഴിഞ്ഞു. കാലം പിന്നെയും മുന്നോട്ട് പോയി. അവർ വീണ്ടും പ്രസവിച്ചു. ഒരാൺകുട്ടിയും കൂടി ഉണ്ടായി. അങ്ങനെ 3 സന്താനങ്ങൾ അവർക്കുണ്ടായി എന്നുള്ളതാണ് ഈ കഥയിലെ ഏറ്റവും വലിയ കാര്യം. അവർ സസുഖം അവരുടെ കുട്ടികളെ വളർത്തി, അവർ നല്ല രീതിയിൽ നഗരത്തിൽ നല്ല ഉദ്യോഗം എല്ലാം വഹിച്ച് സകല പ്രശ്നങ്ങളെയും അതിജീവിച്ച് ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. ചാരിറ്റി പർപ്പസ് രീതിയിൽ നടക്കുന്നതായ ആശുപത്രി ഇപ്പോഴും ഗംഭീരമായിട്ട് നടക്കുന്നു. അവിടെ ഈ പറയുന്ന കോൺട്രാക്റ്റുകളോ ഈ പറയുന്ന ടാർഗറ്റുകളോ ഒന്നും അവിടെ വരുന്നില്ല. അവിടെ ആതുര സേവനം മാത്രമാണ് ആശുപത്രിയുടെ ലക്ഷ്യം. ഇതുപോലെ ഒരുപാട് കഥകൾ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. കാരണം എന്ത്? അതിനകത്ത് നമുക്ക് പറയാവുന്ന കാരണം ഓരോ ദശയിലും വരുന്ന കുഴപ്പങ്ങളാണ്. രാഹുദശയില് ചൊവ്വയുടെ അപഹാരം, രാഹുദശ 18 കൊല്ലം കല്യാണത്തിന് ശേഷം ഉടനെ രാഹുദശ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ആ രാഹുദശയില് മാലതിക്കുണ്ടായ വിഷമങ്ങൾ, മാധവനുണ്ടായ ബുദ്ധിമുട്ടുകൾ, അത് ഇവരെ ഒരു വഴിക്കാക്കി ചെന്ന് പെട്ടതോ ഈ തരം കാപാലികന്മാരുടെ ഇടയില്. പക്ഷെ അവരുടെ ഭാഗ്യം കൊണ്ടോ വിധിയുടെ കരങ്ങൾ വന്ന് തടുത്തത് കൊണ്ടോ യൂട്രസ് റിമൂവ് ചെയ്യാതിരുന്നു. അവർക്ക് സന്താനയോഗം ഉണ്ടായി. 1-ന് 3 കുട്ടികളുണ്ടായി. അപ്പൊ ഓരോ ദശകളിലും നമുക്ക് സംഭവിക്കുന്നതായ ചില പ്രത്യേകതകളാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള വരും വരായികളും ഇത്തരത്തിലുള്ള ദ്രോഹങ്ങളും നമുക്ക് സംഭവിക്കും. നമ്മളതറിയില്ല. നമ്മൾ പലപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ ഏറ്റവും വലിയ ആശുപത്രിയിലേക്ക് ഓടും. അവിടെ ചെല്ലുമ്പോ സ്കാനിങ് ആയി, പ്രത്യേക തരത്തിലുള്ള IC റൂംസ് ആയി, മറ്റ് എന്തെല്ലാമോ നമ്മൾ അറിയാത്ത കാര്യങ്ങളാണ് ടെസ്റ്റിന്റെ പേരിൽ ചെയ്യുന്നത്. അതിനിടയിൽ നമ്മളൊന്ന് നോക്കുക, നമ്മളുടെ ദശ എന്താണ്, നമ്മൾ ഏത് വഴി കൂടിയാണ് ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കാൻ ആരും ശ്രമിക്കില്ല. അഥവാ ശ്രമിച്ചാൽ തന്നെ ചെന്നുപെടുന്ന വഴികൾ അപകട വഴികളായിരിക്കും. അവിടെ പൂജയായിരിക്കും, ഏലസായിരിക്കും, കല്ലായിരിക്കും. ഈ ഇടിവെട്ട് കൊണ്ടവനെ പാമ്പ് കടിച്ചു എന്നുള്ള രീതിയിലുള്ള അന്തരീക്ഷം ഉണ്ടാക്കുന്ന സ്ഥലത്തും കഷ്ടകാലത്തിന്റെ ഫലം കൊണ്ട് ചെന്നുപെടാറുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കുക, നമുക്ക് വലിയ ദശകൾ വരാം. ആദിത്യദശ വരാം, ചന്ദ്രദശ വരാം, ചൊവ്വാദശ വരാം, ബുധദശ വരാം, വ്യാഴദശ വരാം, ശുക്രദശ വരാം, അതുപോലെ രാഹു വരാം, കേതു വരാം, ശനി വരാം, ഇങ്ങനെയൊക്കെയുള്ള ചൊവ്വാദശ വരാം. ഇങ്ങനെയൊക്കെയുള്ള ഓരോ ദശകൾ നമുക്ക് വരാം. ഈ ദശകളെല്ലാം നമ്മളുടെ ജാതകത്തിൽ എന്തു പറയുന്നു എന്ന് നോക്കിയിട്ടാണ് നമ്മുടെ ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നത്. അതിൽ യാതൊരു ആ ദശ മോശമാണെങ്കിൽ അവിടെ മോശമായ അന്തരീക്ഷം വരാതിരിക്കാൻ നമുക്ക് ആ പ്രാർത്ഥനകൾ കൊണ്ടോ ആ ദശാനാഥനെ വിളിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടൊക്കെ നമുക്ക് കുറെ ആശ്വാസം വരാം. എന്നിരുന്നാലും വരാനുള്ളത് വഴി തങ്ങുന്നില്ല, അവർക്ക് വന്നുകൊണ്ടേയിരിക്കും. ഈ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഇത് ജീവിതത്തിലെ ഒരു പരിച്ഛേദമാണ് ഞാൻ എടുത്തു കാണിച്ചത്. നമ്മുടെ നിത്യജീവിതത്തിലെ അനുഭവ സത്യമാണ് ഈ എടുത്തു കാണിച്ചത്. പുസ്തകത്തിൽ എഴുതി വെച്ച നിയമങ്ങളല്ല. പുസ്തകത്തിൽ നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. രാഹുദശയില് കണ്ണ്, പല്ല്, എല്ല് മുതലായ അവയവങ്ങളിൽ ക്ഷതം പറ്റുക, പ്രേമം ഉണ്ടാവുക, ആകർഷണ ബലം കൂടുതലുള്ള ഗ്രഹമാണ് പ്രേമം ഉണ്ടാവുക, അല്ലെങ്കിൽ പ്രേമ വിവാഹം നടക്കുക, അന്യഭാഷാ പഠനം, വിദേശത്ത് പോവുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ വിഷജന്തുക്കളുടെ ആക്രമണം ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ പലതും എഴുതി വെച്ചിട്ടുണ്ടാവും. ചൊവ്വാദശയിലാണെങ്കിൽ സർജറി ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ചൊവ്വ കഴിഞ്ഞിട്ടാണ് രാഹു വരുന്നത്. അപ്പൊ ഈ സർജറിക്ക് അവിടെ വഴിമരുന്നിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതിൻ്റെതായ സ്വെല്ലിങ്, അതിൻ്റെതായ ഒരു അനുരണനം ഈ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നിത്യസത്യം.
ആ നിത്യസത്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ വൈകിയിരിക്കും. ഇത് ഇന്നതുകൊണ്ടാണല്ലോ വന്നത്, ഇത് ഇന്നതുകൊണ്ടാണല്ലോ സംഭവിച്ചത്. എന്നാൽ സർജറിയോടടുത്ത് സർജറി സമ്മതിച്ച സമയത്ത് യൂട്രസ് റിമൂവ് ചെയ്യാൻ സമ്മതിച്ച ആള് അത് ചെയ്യാതെ തട്ടി നീക്കിയത് എന്തേ? അതിന് കാരണം ഈ ഗ്രഹങ്ങളുടെ വ്യാഴത്തിന്റെ നോട്ടമോ അല്ലെങ്കിൽ അതിന്റെ ഗ്രഹസ്ഥിതിയോ അതുപോലുള്ള കാര്യങ്ങളോ കർമ്മഫലമോ പൂർവജന്മ സുഹൃതമോ അതിനകത്ത് മുഴച്ചു നിൽക്കും. അതല്ലെങ്കിൽ ഈ വെട്ടിൽ വീഴും. ഈ വെട്ടിൽ വീണ് അവര് വല്ലാത്തൊരവസ്ഥയിൽ വരും. അതും അവരുടെ വിധി, അത് അവരുടെ തലവിധി അല്ലെങ്കിൽ ഭാഗ്യദോഷം എന്നെല്ലാമാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷെ വസ്തുത ഈ കഥയിൽ ഒളിച്ചിരിക്കുന്നു. എന്തെല്ലാമായാലും ഏതെല്ലാമായാലും ഇതിന് പിന്നിൽ നവഗ്രഹങ്ങളുടെ കൈകളുണ്ട്. നമ്മളുടെ പുരോഗതിയും അധോഗതിയും രോഗങ്ങളും ദുരിതങ്ങളും സർജറിയും വെന്റിലേറ്ററും അതുപോലെ നമ്മൾ വളരെ തേൻ സൂക്ഷിക്കുന്നത് പോലെ സൂക്ഷിച്ചുണ്ടാക്കിയ പണം വ്യയപ്പെടുന്നതും നഷ്ടപ്പെടുന്നതും ഈ രീതിയിലുള്ള പ്രക്രിയ കൊണ്ടാണ് എന്നുള്ളതാണ് സത്യം. ശാസ്ത്രയുഗത്തിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ വിശ്വസിച്ചേ പറ്റൂ എന്നുള്ളതാണ് ഇതിനകത്ത് പറയാനുള്ള കാര്യം. അതാണ് ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ചത്. വി ഓൾവേസ് എക്സ്പെക്ട് അൺഎക്സ്പെക്ടഡ് തിങ്സ്. നമ്മൾ എപ്പോഴും അപ്രതീക്ഷിതമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കണം. എപ്പോൾ എന്ത് വരാം, എപ്പോൾ എന്ത് സംഭവിക്കും ഒരു നിശ്ചയവും ഒന്നിനുമില്ല. ഏതുമേ വരും, ഓരോ ദശ വന്നതുപോലെ പോവും എന്ന് പറഞ്ഞ വാക്കുകൾ എത്ര സത്യമാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഈ പറഞ്ഞ കഥയുടെ ക്ലൈമാക്സും ആന്റി ക്ലൈമാക്സും മെലോഡ്രാമയും അതുപോലെ ഡോക്ടർക്കുണ്ടായ ദുരനുഭവവും സർവീസ് മൈൻഡഡ് ആയ ഡോക്ടറോട് ടാർഗറ്റ് പറഞ്ഞതും എല്ലാം ഈ കഥയിൽ നമ്മൾ മുഴച്ച് കാണുകയാണ്. ഇതെല്ലാം വിധിയുടെ കരങ്ങളാണ്. ഇതെല്ലാം നവഗ്രഹങ്ങളുടെ പ്രത്യേകതകളാണ്. അവർ സൃഷ്ടിക്കുന്ന വിക്രിയകളോ സൽക്രിയകളോ ആണ് ഇവിടെ ഈ അനുഭവയോഗ്യമായി വരുന്ന കാര്യങ്ങൾ എന്നുള്ള കാര്യം ഈ കൊച്ചു കഥയിലൂടെ സ്ഥാപിക്കുകയാണ്. നിങ്ങൾ അത് ഉൾക്കൊള്ളുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരുപക്ഷെ ഉണ്ടായെന്ന് വരാം. അപ്പോൾ ഓർക്കുക, ഈ കഥ എല്ലാ സമയത്തും ഓർക്കുക. വീണ്ടും നമുക്ക് കഥ പറയാം, വീണ്ടും നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം. നന്ദി, നമസ്കാരം.